പക്ഷേ വൃദ്ധനായ മഹർഷിയുടെ വാക്കുകളായതുകൊണ്ട് അവ സത്യമാകാതെ വരികയില്ലെന്നും ഞാൻ ആലോചിക്കാതെയില്ല. അതിന്റെ അർത്ഥം എനിക്ക് പുത്രന്മാരുണ്ടാകുമെന്നും ഞാൻ അവരിൽ നിന്നും വേർപെടുത്തപ്പെടുമെന്നുമാണ്. അന്ന് നമുക്ക് പുത്രന്മാരൊന്നുമില്ലാതിരുന്നതുകൊണ്ട് നാം എത്ര ദുഃഖിതരായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഈ ശാപം ഒരു അനുഗ്രഹമായി വരുമെന്ന് എനിക്ക് തോന്നി. അത് സത്യമായി വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ഞാൻ അവരിൽ നിന്നും വേർപെടുത്തപ്പെടുമെങ്കിലും എനിക്ക് പുത്രന്മാരുണ്ടാകുമല്ലോ. എനിക്കിതുവരെ ഈ രഹസ്യം നിന്നോട് പറയാൻ കഴിഞ്ഞില്ല. ആ പരിശുദ്ധനായ തപസ്വിയുടെ വാക്ക് സത്യമാണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. രാമനിൽ നിന്നുള്ള വേർപാട് മൂലമുണ്ടായ പ്രാണവേദന എന്റെ അന്ത്യം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രാവണന്റെ ദുരന്തകഥ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. എന്റെ ധൈര്യമെല്ലാം തീർന്നിരിക്കുന്നു. ഇനി അതെനിക്ക് സമാഹരിക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ ദശരഥൻ മുഴുകിയിരുന്നു. രാമ 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 എന്ന് 3 പ്രാവശ്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം കൗസല്യയുടെ മേൽച്ചാരി. ഭർത്താവിൽ വന്ന മാറ്റം കൗസല്യ കണ്ടു. അവർ വിലപിച്ചു. പരിചാരകന്മാരും ദാസികളും മറ്റും വന്നു. ചക്രവർത്തി അവസാന ശ്വാസം വലിച്ചുവെന്ന് അവർ കണ്ടു. നഗരം കണ്ണീരിന്റെ താഴ്വരയും കഥനത്തിന്റെ ഇളകിമറിയുന്ന കയവുമായി മാറി. ജനക്കൂട്ടം രാജധാനിയിലേക്ക് പ്രവഹിച്ചു. നഗരവീഥികൾ വിലപിക്കുന്ന ജനസമൂഹത്തിന്റെ ദ്രുതപ്രവാഹതരംഗങ്ങളായിത്തീർന്നു. ജനങ്ങൾ കൈകേയിയെ കണക്കറ്റ് ശപിച്ചു. കാരണം അവളുടെ ഗൂഢാലോചനകളുടെ ഫലമായിട്ടാണ് നഗരത്തിന് അതിന്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടതെന്ന് അവർക്ക് തോന്നി. കുലഗുരു വസിഷ്ഠൻ ദശരഥന്റെ ജഡം കിടന്ന തളത്തിലേക്ക് വന്നു. അദ്ദേഹം ഉചിതമായ ഉപദേശങ്ങൾ നൽകി രാജ്ഞിമാരുടെ ദുഃഖം ശമിപ്പിക്കാൻ ശ്രമിച്ചു. എത്രയോ പ്രതാപവും പരാക്രമവുമുണ്ടായിട്ടും അന്തരിച്ച പൂർവ്വപിതാക്കന്മാർക്കുതന്നെ മരണത്തിൽ നിന്നും രക്ഷപ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൗസല്യയെയും സുമിത്രയെയും സമാശ്വസിപ്പിച്ചു. സംസ്കാരവസരത്തിൽ ശേഷക്രിയ ചെയ്യാനരുമില്ലാത്തതുകൊണ്ട് വസിഷ്ഠന്റെ ഉപദേശപ്രകാരം ജഡം ചീഞ്ഞുപോകാതിരിക്കാനായി എണ്ണത്തോണിയിൽ സൂക്ഷിക്കപ്പെട്ടു. വസിഷ്ഠൻ ഒരു സന്ദേശവാഹകനെ വിളിച്ച് അവനോട് പറഞ്ഞു, നോക്കൂ, ഭരതന്റെ അടുത്തേക്ക് ക്ഷണം പോകൂ. ചക്രവർത്തിയുടെ മരണത്തെപ്പറ്റി ഒരക്ഷരം പോലും പറയരുത്. എന്നാൽ ഇത്രമാത്രം അവനോട് പറയുക, അങ്ങും അങ്ങയുടെ സഹോദരനും ഉടനെ തലസ്ഥാന നഗരിയിലേക്കെത്തണമെന്ന് കുലഗുരു ആവശ്യപ്പെട്ടിരിക്കുന്നു. സന്ദേശവാഹകൻ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് മന്ത്രിയുടെ അനുവാദവും വാങ്ങി ഗതിവേഗമുള്ള ഒരു രഥത്തിൽ ദീർഘയാത്ര ആരംഭിച്ചു. അയോധ്യ ദുഃഖത്തിലാണ്ട് കിടക്കാൻ തുടങ്ങിയതു മുതൽ അമംഗളസൂചകമായ ദുസ്വപ്നങ്ങളുടെ രൂപത്തിൽ ഭരതന് മുന്നറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. ദുസ്വപ്നങ്ങൾ തന്റെ മുന്നിൽ കൊണ്ടുവന്ന കൊടുംഭീതിയും പ്രക്ഷുബ്ധതയും കാരണം ഭരതൻ പെട്ടെന്ന് ഞെട്ടിയുണരുക പതിവായിരുന്നു. അനേകം രാത്രികളിൽ ഭരതന് ഉറക്കമുണ്ടായിരുന്നില്ല. അദ്ദേഹം വ്യാകുലനായ നിലയിൽ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എന്തോ ചീത്തവാർത്ത തന്റെ അടുത്തെത്തുന്നതായി അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹം പുലരുന്നതിനു മുമ്പേ എഴുന്നേറ്റ് കുളിച്ച് പ്രതികരിച്ചിരുന്ന ആപത്ത് ഒഴിവാക്കാനും ദേവന്മാരെ പ്രസാദിപ്പിക്കാനുമായി പല കർമ്മങ്ങളിലും ആരാധനയിലും ഏർപ്പെട്ടു. ആശ്വാസത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘനേരം മന്ദിരങ്ങളിലിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അസാധാരണമായ ഭീതി അദ്ദേഹത്തെ വിടാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഈ ദുസ്വപ്നങ്ങൾ 14 ദിവസങ്ങളോളം തുടർച്ചയായിട്ടുണ്ടായി. ഭരതൻ തന്റെ ധൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും നെല്ലിപ്പടി കണ്ടു. ഇതിനിടയിൽ അയോധ്യയിൽ നിന്നുള്ള സന്ദേശവാഹകൻ യാത്രയുടെ 15-ാം ദിവസം കേകേ നഗരിയിൽ എത്തിച്ചേർന്നു. ഭരതൻ അവിടെയുണ്ടായിരുന്നു. രാജധാനിയുടെ പ്രധാന കവാടത്തിൽ അയാളെത്തിയ വിവരം ഭരതനെ അറിയിച്ചപ്പോൾ വേഗത്തിൽ അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. അയാളുടെ ആഗമനത്തിന്റെ കാരണമെന്താണെന്ന് ക്ഷണമറിയണമല്ലോ. സന്ദേശവാഹകൻ ഭരതനെ നമസ്കരിച്ചു. കുലഗുരുവിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹവും സഹോദരനും അയോധ്യയിലേക്ക് ഉടനെ പുറപ്പെടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഭരതൻ അയോധ്യയിലെ ജനങ്ങളുടെ ക്ഷേമത്തെപ്പറ്റി അന്വേഷിച്ചു. പലതരം ചോദ്യങ്ങൾ ദൂതനോട് ചോദിച്ചു. അവർ ക്ഷണം അയോധ്യയിലേക്ക് പുറപ്പെടണമെന്ന ഗുരുവിന്റെ ആവശ്യമല്ലാതെ പ്രത്യേകമായി മറ്റ് യാതൊന്നും അറിയില്ലായിരുന്നു. കാനില്ലെന്ന് അയാൾ മറുപടി പറഞ്ഞു. ഈ കാര്യത്തിനാണ് താൻ വന്നത്. കൂടുതലായൊന്നും തനിക്ക് പറയാനില്ല. മാത്രമല്ല താനൊന്നും അറിയുകയുമില്ല. ഇത്രയും അവൻ അറിയിച്ചു. സന്ദേശവാഹകന്മാർ രാജകുടുംബത്തിലെ യജമാനന്മാരോട് ആവശ്യമുള്ളത്ര മാത്രം സംസാരിക്കുന്നവരാണെന്നും യജമാനന്മാരും അവരെ അധികം നിർത്തി സംസാരിപ്പിക്കരുതെന്നു ഭരതൻ അറിയാമായിരുന്നു. അല്പം ചില നിമിഷങ്ങളോളമേ അവരോട് സംസാരിക്കുവാൻ പാടുള്ളൂ എന്നതാണ് ആചാര നടപടി. സന്ദേശവാഹകർക്ക് പ്രത്യേകമായ അച്ചടക്ക വ്യവസ്ഥകളുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ എഴുന്നേറ്റ് മുറിവിട്ടുപോയി. ആ നിമിഷത്തന്നെ ഭരതൻ അന്തർഗൃഹത്തിലേക്ക് പ്രവേശിച്ചു. മാതുലനോട് അനുജ്ഞ വാങ്ങി. ശത്രുഘ്നനോടൊന്നിച്ച് രഥത്തിൽ കയറി വേഗം രഥമോടിക്കാൻ നിർദ്ദേശിച്ചു. നിർദ്ദയകരമായ ഒരു വില്ലിൽ നിന്നും പുറപ്പെട്ട ശരം പോലെ രഥം മലമ്പാതകളും കുന്നിൻ ചെരുവുകളും കാട്ടുപാതകളും കടന്ന് അതിവേഗത്തിൽ പാഞ്ഞു. രഥവേഗമെന്ന പോലെ
ഭരതന്റെ ഹൃദയത്തിൽ ദുഃഖവും ഉയർന്നുരുന്നുണ്ടായിരുന്നു. എന്തു കാരണമാണ് ഇത്ര തിരക്കിട്ട് തിരിച്ചു വിളിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിവരണാതീതമായ ഒരു വേദന അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണത്തിനോ ദാഹശമനത്തിനോ ഒരിറ്റുവെള്ളത്തിനോ വഴിക്ക് തങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തന്റെ ജ്യേഷ്ഠന് എന്തോ ആപൽസൂചനയും ഉത്കണ്ഠയുമുണ്ടെന്ന് ശത്രുഘ്നൻ മനസ്സിലാക്കി. ഭക്ഷണപാനീയങ്ങൾക്കായി യാത്ര നിർത്തണമെന്ന് 2-4 വട്ടം അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പക്ഷേ ഭരതൻ ശ്രദ്ധിച്ചതേയില്ല. അദ്ദേഹം നിശബ്ദത പാലിച്ചു. കൂടാതെ അവരുടെ യാത്രയിൽ ഒട്ടേറെ ദുശ്ശഗുണങ്ങളും അവർ കണ്ടു. വിപൽസൂചകമായ സ്ഥാനങ്ങളിൽ നിന്നും ദിക്കുകളിൽ നിന്നും കാക്കകൾ പരുഷസ്വരത്തിൽ കരഞ്ഞു. ഭയജനകമായ സ്വരത്തിൽ നായകൾ ദയനീയമായി ഓരിയിട്ടു. അതുവരെ ശത്രുഘ്നൻ ധീരമായി നിർത്തിയിരുന്ന ശാന്തതയെ ഈ ലക്ഷണങ്ങൾ അലങ്കോലപ്പെടുത്തിക്കളഞ്ഞു. അയോധ്യാനഗരിയുടെ പ്രധാന കവാടത്തിൽ അവർ എത്തി. മേലോട്ടു നോക്കിയപ്പോൾ അവർക്കുണ്ടായിരുന്ന ഭയം സ്ഥിരപ്പെട്ടു. കാരണം മാവില കൊണ്ടുണ്ടായിരുന്ന തോരണങ്ങൾ ദിവസങ്ങളായി മാറ്റിയിരുന്നില്ല. ശോകമുഖമായ കവാടത്തിൽ വിലങ്ങനെ ഉണങ്ങിയ പത്രങ്ങൾ മാത്രം തൂങ്ങിക്കിടന്നു. രോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ പല്ലു ഞെരിക്കുന്നതുപോലെ കാറ്റിനെതിരായി അവ ആടിക്കൊണ്ടിരുന്നു. പച്ചിലകൾ തൂക്കിയിടാതിരിക്കാൻ കാരണമെന്താണ്? നഗരത്തിന് എന്തു സംഭവിച്ചു? ഈ അവഗണന എന്തിന്? ഈ ദുഃഖത്തിന്റെ ലക്ഷണവും? ഏതോ വ്യഥയുടെ ഭീകരമായൊരശനിപാതം തലസ്ഥാന നഗരിയുടെ മേലുണ്ടായിട്ടുണ്ടെന്ന് ആ സഹോദരന്മാർ ഊഹിച്ചു. അവർ നഗരത്തിൽ പ്രവേശിച്ച് തേരോടിച്ചു മുന്നോട്ടുപോയി. കവാട്ടത്തിനടുത്തായിരുന്നു രാജാവിന്റെ വക, കുതിരപ്പന്തിയും ആനപ്പന്തിയും. ഭരതന്റെ ദൃഷ്ടികൾ അവയിൽ പതിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടിപ്പോയി. ആത്മനിയന്ത്രണം തന്നെ നശിച്ചു. കാരണം അവയിലുണ്ടായിരുന്ന മൃഗങ്ങൾ തലതാഴ്ത്തി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചലനം പോലുമില്ലാതെ സ്ഥിതി ചെയ്യുകയായിരുന്നു. പാപ്പാന്മാരും കുതിരക്കാരും താങ്ങാനാവാത്ത ദുഃഖത്തോടുകൂടി തലയുയർത്താനാവാത്ത നിലയിലായിരുന്നു. അവർ നഗരത്തിൽ കുറേക്കൂടി മുന്നോട്ടു പോയപ്പോൾ ഉള്ളിലുള്ളവർക്ക് ആരെയും അകത്തേക്ക് സ്വാഗതം ചെയ്യാനിഷ്ടമില്ലെന്ന പോലെ റോഡിന്റെ ഇരുവശങ്ങളുമുള്ള മന്ദിരങ്ങളുടെ പുറവാതിലുകൾ അടച്ചിട്ടിരിക്കുന്നതായി കണ്ടു. വീഥികൾ തൂത്തുവാരാതെ പൊടി നിറഞ്ഞുകിടന്നിരുന്നു. വെളിയിൽ അങ്ങിങ്ങായി കാണപ്പെട്ടിരുന്ന ചുരുക്കം ചില പൗരന്മാർ അടുത്തുവരുന്ന രഥം കണ്ടപ്പോൾ നോട്ടം തിരിച്ചുകളഞ്ഞു. അവർ ഭരതനെ തിരിച്ചറിഞ്ഞപ്പോൾ കണ്ണീർ പൊഴിച്ചു. രത്നകമ്പോളം അടച്ചിട്ടിരുന്നു. അപ്രകാരം തന്നെ എല്ലാ വ്യാപാരസ്ഥലങ്ങളും പൂടിക്കിടന്നു. നഗരത്തിൽ സർവത്ര വ്യാപിച്ചിരുന്ന മ്ലാനതയും നിർജ്ജീവതയും എന്തു കാരണത്താലാണുകായതെന്ന് ആരോടെങ്കിലും അന്വേഷിക്കാനായി നാവു പൊങ്ങിയില്ല. ഈ കഠിനദുഃഖത്തിന്റെ മുൻകൂട്ടി കാണാൻ സാധിക്കാതിരുന്ന ചിഹ്നങ്ങൾ കണ്ട അദ്ദേഹം മരവിച്ചുപോയി. രഥം രാജധാനിയിലേക്ക് പ്രവേശിച്ചു. പാരമ്പര്യപ്രകാരമുള്ള ജയജയ ശബ്ദങ്ങൾ മുഴയ്ക്കാതെയും ആനന്ദത്തിന്റെ ആർപ്പുവിളികളില്ലാതെയും നിശബ്ദമായി കാവൽക്കാർ അവരെ സ്വീകരിച്ചു. അവർ മുഖരായും നമശിരസ്കരായും നിലകൊണ്ടു. അവർ കണ്ണുകളുയർത്തിയില്ല. കാരണം കണ്ണുനീർ പ്രവാഹം. ഏതോ ഭയങ്കര വിപത്ത് നഗരത്തെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ആ സഹോദരന്മാർക്ക് ബോധ്യമായി. അവർ രഥത്തിൽ നിന്നിറങ്ങി രാജധാനിക്കുള്ളിലേക്ക് ഓട്ടി. ഭരതൻ എത്തിയിട്ടുണ്ടെന്ന് കൈകേയി മനസ്സിലാക്കിയിരുന്നു. അവർ വളരെ ആനന്ദത്തോടുകൂടി പുത്രനെ സ്വീകരിക്കാൻ മുന്നോട്ടു വന്നു. The following is the text from the അവരെ അനുഗമിച്ചിരുന്ന പരിചാരികമാർ ദുഃഖം കൊണ്ട് തരങ്ങുന്നു. ഭരതൻ അവരുടെ മുഖത്തു നോക്കി. നിന്നെത്തുന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു വാക്കുപോലും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ കൈകേയി സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, മകനെ, നിന്റെ മാതുലന് സുഖം തന്നെയോ? ഭരതൻ ആ ചോദ്യത്തിന് അവ്യക്തമായ എന്തോ മറുപടി നൽകി. എന്നിട്ടങ്ങോട്ട് തന്റെ ചോദ്യം ചോദിച്ചു. അച്ഛൻ എങ്ങനെയിരിക്കുന്നു? എന്റെ ജ്യേഷ്ഠന് സുഖം തന്നെയല്ലേ? എന്റെ മറ്റു സഹോദരന്മാർക്ക് സുഖം തന്നെയല്ലേ? എന്റെ അമ്മയിമാർ രാജനീമാർ അവർക്കും? ഇതു കേട്ടപ്പോൾ കൈകേയി മിണ്ടാതിരുന്നു. ചുറ്റും നിന്നിരുന്ന പരിചാരികമാർക്ക് കണ്ണുനീർപ്പൊട്ടി. എന്തോ ഭയകരമായ വാർത്ത തന്നിൽ നിന്നും ഒളിച്ചുവെച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഭരതൻ ചോദിച്ചു, അമ്മേ, അച്ഛനെവിടെ? ഇതു കേട്ട് പരിചാരികമാർ പൊട്ടിക്കരഞ്ഞു. അതുകണ്ട് ഇനി താമസിച്ചിരിക്കുന്നത് ശരിയല്ലെന്നു മനസ്സിലാക്കി കൈകേയിയും കണ്ണുനീർ പൊഴിച്ച് ദുഃഖിതയായ ഒരു സ്ത്രീയുടെ ഭാഗം അഭിനയിച്ചു. ഭരതൻ അന്യസഹായമില്ലാതെ ഈ രഹസ്യത്തിന്റെ കുരുക്കഴിക്കാൻ സാധിച്ചില്ല. ആർക്കെന്തു സംഭവിച്ചു എന്നും എല്ലാവരും എന്തിനാണിത്ര ദുഃഖിക്കുന്നതെന്നും വിശദീകരിച്ചിരാൻ അദ്ദേഹം അമ്മയോട് അപേക്ഷിച്ചു. കൈകേയി പറഞ്ഞു, മകനെ, ഞാനെന്താണ് പറയേണ്ടത്? മന്ധരയുടെ സഹായത്തോടുകൂടി ഞാനാഗ്രഹിച്ചതെല്ലാം നേടാൻ സാധിച്ചുവണത്തിൽ ഞാൻ വളരെ സന്തുഷ്ടയായിരുന്നു. എന്നാൽ ആദ്യത്തെ നടപടിയിൽ തന്നെ എന്റെ വിജയം ഛിന്നഭിന്നമായിരിക്കുകയാണ്. ദേവന്മാർ അതിന്മേൽ ഒരശുഭദൃഷ്ടി പതിപ്പിച്ചു. ചക്രവർത്തി, നിന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വർഗം പ്രാപിച്ചു. കൈകേയി ഉറക്കെ കരയാൻ തുടങ്ങി. ഈ വാക്കുകൾ ഭരതന്റെ കാതിൽ പതിച്ചതോടുകൂടി ഭരതൻ സിംഹഗർജനം കേട്ട പിടിയാനയെപ്പോലെ നിലത്തുവീണുന്നു. അദ്ദേഹം വിലപിച്ചു, കഷ്ടം അച്ഛാ,
ഒരു വാഴ ചീന്തി രണ്ടായിക്കിയതുപോലെ ശത്രുഘ്നനും നിലത്തു വീണു. അവരുടെ പ്രാണവേദന അവർണ്ണനീയവും അമേയവുമായിരുന്നു. ഭരതൻ എഴുന്നേറ്റിരുന്നു. രണ്ടു കൈകൊണ്ടും തല അമർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അങ്ങ് അന്ത്യശ്വാസം വലിക്കുമ്പോൾ അങ്ങയുടെ സമീപം നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. ഓ, ഞങ്ങൾ എന്തു മഹാപാപികളാണ്! 4 മക്കളിൽ 4 ഒരേ തോതിൽ നന്മ ലഭിക്കുകയില്ല. ഈ ഭരതനും ശത്രുഘ്നനും ഏറ്റവും മോശക്കാർ, ഏറ്റവും നിർഭാഗ്യവാന്മാർ. അവസാന നിമിഷങ്ങളിൽ അങ്ങ് പ്രേമപൂർവ്വം ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. അങ്ങ് ഞങ്ങൾക്ക് അമൂല്യമായ അനുഗ്രഹങ്ങളും ജീവിതം നയിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും തരുമായിരുന്നു. അങ്ങയുടെ അടുത്ത് ആ അവസരത്തിൽ രാമനുണ്ടായിരുന്നതിൽ ഞങ്ങൾ കൃതജ്ഞരാകേണ്ടതാണ്. ഞങ്ങളെ അറിയിക്കാൻ അങ്ങ് ആഗ്രഹിച്ച കാര്യങ്ങൾ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും തീർച്ച. സഹോദരാ, എഴുന്നേൽക്കൂ, എന്റെ കൂടെ വരൂ. നമ്മൾ രണ്ടുപേരും രാമന്റെ അടുപ്പോയി അച്ഛൻ നമ്മൾക്ക് തരാനായി എന്തു സന്ദേശമാണ് കൊടുത്തുള്ളതെന്ന് അറിയുക. അമ്മേ, രാമനിപ്പോൾ എവിടെയാണുള്ളതെന്ന് പറയൂ. ഭരതൻ എഴുന്നേറ്റു പോകാൻ തയ്യാറായി നിന്നു. അദ്ദേഹം അമ്മയുടെ മറുപടിക്കു മാത്രം കാത്തുനിൽക്കുകയായിരുന്നു. കൈകേയി പറഞ്ഞു, മകനേ, രാമനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ അന്തരിക്കുകയില്ലായിരുന്നു. നിനക്കതറിയുകയില്ലേ? രാമൻ നഗരത്തിലില്ല. നീ അറിഞ്ഞില്ലേ? ഇത് വ്രണത്തിൽ വിഷമൊഴിക്കും പോലെയായിരുന്നു. ഈ പുതിയ അടിയേറ്റപ്പോൾ ഭരതൻ ഞെട്ടിപ്പോയി. ഭരതൻ ചോദിച്ചു, അമ്മേ, രാമൻ എന്റെ ശ്വാസമാണ്. രാമൻ എവിടേക്കാണ് പോയിരിക്കുന്നത്? ഭരതൻ തകർച്ചയുടെ വക്കിലായിരുന്നു. കൈകേയി വേഗത്തിലും ദൃഢമായും മറുപടി പറഞ്ഞു, എവിടേക്കെന്നോ? അവർ എവിടേക്കു പോയെന്നാണോ നീ ചോദിക്കുന്നത്? ശരി, കാട്ടിലേക്ക് ആയിരിക്കാം, ഭരതൻ ഇടയിൽ കടന്നു പറഞ്ഞു. പക്ഷേ കാട്ടിലേക്ക് പോയ രാമൻ ഇനിയും മടങ്ങിവരാത്തതെന്ത്? കൈകേയിയുടെ മറുപടി എത്രയും ശാന്തമായും കരുതലോടെയുമായിരുന്നു. അവർ പറഞ്ഞു, മകനെ, ആ നീണ്ട കഥ പറയാനോ ശ്രദ്ധിക്കാനോ നമുക്ക് നേരമില്ല. ആദ്യം അച്ഛന്റെ ശവസംസ്കാരത്തിനുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കൂ. തന്റെ അമ്മ ഏതോ അസുഖകരമായ രഹസ്യം തന്നിൽ നിന്നും മറച്ചുവെപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഈ മറുപടിയിൽ നിന്നും ഭരതൻ മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം സീതയുടെയും ലക്ഷ്മണന്റെയും വിവരങ്ങളെപ്പറ്റി ഒന്നൊന്നായി ചോദിച്ചു. അമ്മ മറുപടി പറഞ്ഞു, അവർ രണ്ടാളും കാട്ടിലേക്ക് രാമനെ അനുഗമിച്ചിരിക്കുകയാണ്. അവർ 14 സംവത്സരം കഴിയുന്നതിനു മുമ്പായി ഈ നഗരത്തിലേക്ക് തിരിച്ചുവരികയില്ല. അപ്രകാരമാണ് നിന്റെ അച്ഛൻ ആജ്ഞാപിച്ചത്. ദൃഢവും സ്ഥിരവുമായ സ്വരത്തിലാണ് കൈകേയി ഈ പ്രസ്താവന ചെയ്തത്. തന്റെ ഈ പ്രസ്താവനകൾ മൂലം ഭരതനിൽ നിരാശയും കഠിനദുഃഖവും വർദ്ധിച്ചുവരികയാണെന്ന് കൈകേയി കണ്ടു. അവർ മകനെ അടുപ്പിച്ചു നിർത്തി ശിരസിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആരംഭിച്ചു. മകനെ, അച്ഛനെപ്പറ്റി വിലപിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തുടർച്ചയായി തന്നെ സൽക്കർമ്മങ്ങളിൽ നിരതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗം പ്രാപിച്ചിരിക്കും. അദ്ദേഹം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആദർശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നിന്റെ ഇപ്പോഴത്തെ ധർമ്മം. അദ്ദേഹം ചെയ്ത പോലെ സൽപ്രവൃത്തികൾ ചെയ്ത് യശസ്സാർജിക്കുകയും സാമ്രാജ്യഭരണം സന്തോഷപൂർവ്വം നടത്തുകയും ചെയ്യുക. നിന്റെ വിവേകപൂർവവും ദയാപൂർണവുമായ ഭരണകൊണ്ട് അദ്ദേഹത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കുക. രാജവംശത്തിന്റെ മഹത്തായ പേര് നിലനിർത്തുകയും ചെയ്യുക. തന്റെ പുത്രന്റെ വ്രണിതഹൃദയത്തെ സുഖമയമാക്കുന്നതിൽ കൈകേയി ഈ വാക്കുകളും ഇതുപോലുള്ള മറ്റു വാക്കുകളും ഉപയോഗിച്ച് പരിശ്രമിച്ചു. എന്നാൽ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കഠാരി കുത്തിയിറക്കിയതുപോലെയുള്ള അനുഭവമാണ് ഉണ്ടാക്കിയത്. ഓരോ വാക്കും ചുറ്റിക കൊണ്ടടിക്കുന്നതുപോലെ ഭരതനെ പീഡിപ്പിച്ചു. അവർ പറയുന്നത് കേട്ടപ്പോൾ ശത്രുഘ്നന് സർവാംഗം ചുട്ടുപുകയുന്നതുപോലെ തോന്നി. പക്ഷേ അദ്ദേഹം നിശ്ശബ്ദനായി നിന്നു, വിലപിച്ചില്ല. ഭരതൻ സത്യം കണ്ടുപിടിക്കാൻ തീരുമാനിച്ചുകൊണ്ട് പെട്ടെന്നെഴുന്നേറ്റു. അമ്മ ചില വസ്തുതകൾ തന്നിൽ നിന്നും മറച്ചുപിടിച്ച് കടങ്കഥകൾ പോലെ സംസാരിച്ചു തന്നെ കബളിപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ശത്രുഘ്നനെയും കൂട്ടി അതിവേഗം മുറിയിൽ നിന്നും പുറത്തിറങ്ങി. രാമന്റെ മാതാവും ജ്യേഷ്ഠരാജിനിയുമായ കൗസല്യയുടെ വസതിയിലേക്ക് പോയി. അവിടെ അദ്ദേഹം കണ്ടതെന്താണ്? പൊടിമുടിയ വസ്ത്രങ്ങളാൽ കൗസല്യ, നാഥ, നാഥ, രാമ, രാമ, രാമ ഡച്ച് എന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് നിലത്തു കിടന്നുരുളുകയായിരുന്നു. പരിചാരികമാർ ദുഃഖമഗ്നരായി ഏതെങ്കിലും രൂപത്തിൽ അവരെ ധൈര്യപ്പെടുത്താനായി ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. ഭരതൻ തന്നെത്തന്നെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. അമ്മേ, അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം കൗസല്യയുടെ കാൽക്കൽ തളർന്നു വീണു. സുമിത്രദേവിയും കൗസല്യയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അവരിരുവരും ഭരതനെയും ശത്രുഘ്നനെയും തിരിച്ചറിഞ്ഞു. പെട്ടെന്നവർ ബോധരഹിതയായി. ബോധം തിരിച്ചുകിട്ടിയ ശേഷം അവർ പ്രാണവേദനയാൽ അന്യോന്യം കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ വിലപിച്ചു. ഏറ്റവും കഠിനമായ ശിലയെപ്പോലും അലിയിക്കുന്നതായിരുന്നു ആ രംഗം. ആ സഹോദരന്മാർക്ക് ഈ ദുഃഖഭാരം താങ്ങാൻ കഴിഞ്ഞില്ല. അവർ നിലംപതിച്ചു. അമ്മേ,
എന്നെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അദ്ദേഹത്തിന്റെ മരണകാരണം എന്നോട് പറയൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ രാമനും ലക്ഷ്മണനും സീതയോടുകൂടി കാട്ടിൽ പോയതെന്തിനാണ്? എല്ലാം എനിക്ക് അസാധാരണമായി തോന്നുന്നു. ഈ പ്രാണവേദനയിൽ നിന്നും എന്നെ രക്ഷിക്കൂ. എല്ലാം എന്നോട് പറയൂ. കൗസല്യയുടെ കാലുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭരതൻ ദയനീയമായി അഭ്യർത്ഥിച്ചു. കൗസല്യ അദ്ദേഹത്തെ മൃദുവായി ആശ്ലേഷിച്ചു. അവർ പറഞ്ഞു, നീ വന്നതോടുകൂടി എനിക്കല്പം ആശ്വാസമായി. നിന്നെ കണ്ടതുകൊണ്ട് പ്രിയപ്പെട്ട രാമന്റെ വിരഹം കൊണ്ടുള്ള വേദന എനിക്ക് കുറച്ചു മറക്കാൻ കഴിയും. നീ എനിക്ക് രാമനെപ്പോലെ തന്നെയാണ്. ഞാനൊരു വ്യത്യാസവും കാണുകയില്ല. ഇപ്രകാരം പറയുമ്പോൾ തന്നെ പൊട്ടിപ്പൊട്ടി കരച്ചിലും ഞരക്കങ്ങളും കൊണ്ട് സംസാരം ഇടയ്ക്ക് തടയപ്പെട്ടിരുന്നു. അവർ വിലപിച്ചു. ഹാ രാമ, നീ കാട്ടിൽ 14 കൊല്ലം കഴിക്കുമ്പോൾ എനിക്കത്രയും കാലം ഇവിടെ ജീവനോടെ ഇരിക്കുവാൻ കഴിയുമോ? നിന്റെ അച്ഛനെപ്പോലെ ഞാനും വിരഹവേദന കൊണ്ട് ഭസ്മമായിത്തീരണമെന്ന് നീ തീർച്ചപ്പെടുത്തിയിട്ടുണ്ടോ? ഹാ കഷ്ടം, ഞാൻ എത്ര ദൗർഭാഗ്യവതിയാണ്. ഈ പൊട്ടിക്കരച്ചിലുകൾ കേട്ട് ഭരതൻ മനോവേദന കൂടുതലായി. എല്ലാവിധമുള്ള ദുരന്തങ്ങളും അദ്ദേഹത്തിന്റെ ഭാവന ചിത്രീകരിച്ചു. കാരണം അദ്ദേഹം ഇനിയും സത്യം അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, അമ്മേ, എന്നിൽ നിന്നും വസ്തുതകൾ ഒളിച്ചുവെക്കരുതേ. എന്നെ വിശ്വസിക്കൂ. രാമൻ എന്തിന് വനത്തിലേക്ക് പോയി? അച്ഛന്റെ ചരമത്തിന് കാരണമെന്തായിരുന്നു? എന്നോട് പറയൂ. എന്നോട് പറഞ്ഞ് ഈ കുഴപ്പത്തിന്റെ നൂലാമാലകളിൽ നിന്നും എന്നെ രക്ഷിക്കൂ. കൗസല്യാദേവി എപ്പോഴും സരളശീലയും ലജുസ്വഭാവിയും പ്രകൃത്യാദയാലുവുമായിരുന്നു. അവർ ഭരതനെ തിരിജീവന്ന രാമനായിത്തന്നെ കണ്ടു. ഭരതനെ അടുത്തു നിർത്തി കണ്ണിനീർ തുടച്ചു കൊണ്ട് അവർ പറഞ്ഞു, മകനേ ഭരത, ധീരനായിരിക്കൂ. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ദുഃഖിക്കാതിരിക്കൂ. അത്തരം ദുഃഖം നിഷ്പ്രയോജനമാണ്. കാലം ശുഭമല്ലാതിരിക്കുമ്പോഴും പരിതസ്ഥിതികൾ ഇങ്ങനെ ഉപജാപം നടത്തുമ്പോഴും അസാധാരണ സംഭവങ്ങളുണ്ടാകും. ആരുടെയെങ്കിലും പേരിൽ കുറ്റം ചുമത്തിയിട്ട് എന്തു പ്രയോജനമാണുള്ളത്? ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. ഈ ദുഃഖത്തിന്റെ ഭാരമായി ജീവിക്കണമെന്നത് എന്റെ വിധിയാണ്. ഇതൊഴിവാക്കാൻ സാധ്യമല്ല. ഇത് ഞാൻ സഹിക്കുക തന്നെ വേണം. എന്നാൽ നീ ചെറുപ്പമാണ്, പുലർക്കാലരവിയെപ്പോലെയുള്ളവൻ. അതോർത്തോളൂ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ രാമനച്ഛന്റെ ആജ്ഞ അനുസരിച്ച് മരവുരിയും ധരിച്ച് ജടപിടിച്ച കേശം മൂർധാവിൽ അറ്റുകെട്ടി നിർത്തി ഇപ്പോൾ കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ്. ഒരു നിമിഷത്തേക്കുപോലും അവനെ പിരിഞ്ഞു ജീവിക്കാൻ സാധിക്കാത്ത സീതയും മരവുരി ധരിച്ചുകൊണ്ട് അവന്റെ കൂടെ ഒന്നിച്ചുണ്ട്. ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുന്നതിൽ നിന്നും രാമനെ തടയാൻ നോക്കി. പക്ഷേ അവന്റെ പരിശ്രമങ്ങളെല്ലാം നിഷ്ഫലമായതേയുള്ളൂ. രാമനില്ലാത്ത അയോധ്യ അവൻ വനത്തിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവനും രാമനെ അനുഗമിച്ചു. ഇതെല്ലാം എന്റെ കൺമുമ്പിലാണ് നടന്നത്. ഞാനിനിയും ജീവിക്കുന്നുവെന്നതുകൊണ്ട് ഞാനൊന്നു പാപാത്മാവായിരിക്കണം. അവർ വിട്ടുപോയപ്പോൾ എനിക്കവരോടൊപ്പം പോകാൻ കഴിഞ്ഞില്ല. എന്റെ ജീവനും എന്നെ വിട്ടുപിരിഞ്ഞില്ല. യഥാർത്ഥത്തിൽ എന്റെ ഹൃദയം വജ്രകഠിനമായ ശിലയിൽ നിന്നും കൊത്തിയെടുത്തതാണ്. ഓ ലോലഹൃദയനായ രാമ, നീ എന്നിൽ നിന്നും ജന്മം കൊണ്ടത് കാരണം ആണ് ഇത്രയും ദുഃഖം അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ നീ ഇങ്ങനെ അനുഭവിക്കേണ്ടതില്ലല്ലോ. കഷ്ടം രാമ, നിനക്കെത്ര കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. ഫലമൂലങ്ങൾ തിന്ന് വിശപ്പടക്കണം. ഭയാനകമായ വനത്തിലെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കണം. അവർ വലുതായൊന്ന് ഞരങ്ങിക്കൊണ്ട് ബോധരഹിതയായി നിലംപതിച്ചു. സുമന്ത്രർ അവിടെ കൊണ്ടുവന്നു. ഭരതശത്രുഘ്നന്മാരെ കണ്ടപ്പോൾ സുമന്ത്രരും പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ഭരതനെ ആശ്ലേഷിച്ചു. സഹോദരന്മാർക്കും ദുഃഖം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ദുരന്തസംഭവങ്ങളുടെ രഹസ്യത്തിന്മേൽ സുമന്ത്രരെങ്കിലും വെളിച്ചം വീശുമെന്നു ഭരതൻ പ്രതീക്ഷിച്ചു. സംഭവങ്ങളുടെ ശരിയായ വിവരണം നൽകുന്നതിന് സുമന്ത്രരെ സ്വാധീനിക്കാൻ ഭരതൻ പലവഴിക്കും ശ്രമിച്ചു. പക്ഷേ സുമന്ത്രർ ആ വസ്തുതകളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഭരതൻ കണ്ടിരിക്കാനിടയുള്ളവരിൽ നിന്ന് സംഭവങ്ങളെപ്പറ്റി അദ്ദേഹം അറിഞ്ഞിരിക്കുമെന്നനുമാനിച്ചു. അവർ കുലഗുരുവിന്റെ അടുത്ത് ഒന്നിച്ചാണ് പോയത്. ഭരതനും ശത്രുഘ്നനും വസിഷ്ഠന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഉച്ചത്തിൽ വിലപിച്ചു. അദ്ദേഹം അവരെ വാത്സല്യത്തോടും സഹാനുഭൂതിയോടും കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിക്കുന്നിടയിൽ അനേകം ധാർമ്മികവും തത്വചിന്താപരവുമായ പാഠങ്ങൾ പറഞ്ഞു. ഇപ്പോൾ തന്നെ ധാരാളം വൈകിപ്പോയി. ഇനിയും താമസിക്കുന്നത് ഉചിതമല്ല, അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പിതാവിന്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് തയ്യാറായിരിക്കാൻ ഭരതന് നിർദ്ദേശം കൊടുത്തു. ഭരതൻ ദീർഘനേരം ചിന്താമഗ്നനായി. പിന്നെ കുലഗുരു വസിഷ്ഠനോടഭ്യർത്ഥിച്ചു, ഗുരോ, ഇത് ജ്യേഷ്ഠപുത്രൻ അനുഷ്ഠിക്കേണ്ട കർമ്മമാണ്. 4 പുത്രന്മാരിൽ രാമനാണ് മൂത്തയാൾ. ഞാനത് ചെയ്യണമെന്നങ്ങു പറയുന്നു. ഇത് നീതിയാണോ, ശരിയായണോ? അങ്ങ് ഇത്രയും ദിവസം ജഡം കേടുവരാതെ സൂക്ഷിച്ചില്ലേ? 2-3 ദിവസം കൂടി അപ്രകാരം ചെയ്യുക. ഞാനും ശത്രുഘ്നനും രാമസമീപം പോയി അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരാം.
സദയം അനുവാദം തന്നാലും. വസിഷ്ഠൻ മറുപടി പറഞ്ഞു, മകനേ, നീയൊരു ശുദ്ധഗതിക്കാരനാണ്. നിർദ്ദിഷ്ടകാലത്തിനു മുമ്പായി രാമൻ മടങ്ങിവരാൻ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഒരിക്കൽ കൊടുത്ത വാക്ക് അവൻ പാലിക്കും. നീയെത്രയധികം അഭ്യർത്ഥിച്ചാലും രാമൻ 14 വർഷം കഴിഞ്ഞല്ലാതെ അയോധ്യയിൽ കാലുകുത്തുകയില്ല. അതുകൊണ്ട് നിന്റെ ആ പദ്ധതി വിട്ടുകളയൂ. അച്ഛന്റെ ശേഷക്രിയകൾ ചെയ്യൂ. അതിൽ പിന്നെ ഇഷ്ടംപോലെ എന്തു ചെയ്തോളൂ. തന്റെ ആശയത്തിന്റെ നിഷ്ഫലതയെപ്പറ്റി ഭരതനെ ബോധ്യപ്പെടുത്താനായി വസിഷ്ഠൻ വീണ്ടും വീണ്ടും ഈ രീതിയിൽ തന്നെ സംസാരിക്കുകയുണ്ടായി. കുലഗുരുവിനെ അനുസരിക്കാതെ നിവൃത്തിയില്ലെന്ന് ഭരതൻ മനസ്സിലായി. അദ്ദേഹം സമ്മതിച്ചു. പിതൃജടം കുളിപ്പിച്ച് ദഹനക്രിയയ്ക്ക്